സർപ്പരാജാവായ തക്ഷനാൽ പരീക്ഷിത് രാജാവ് മരിച്ച കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാണ്ഡവമട്ടിപനായ അർജുനന്റെ മകൻ അഭിമന്യുവിൻ്റെയും വിരാട രാജകുമാരിയായ ഉത്തരയുടെയും മകനാണ് പരീക്ഷിത്. ഒരു ദിവസം വനസഞ്ചാരത്തിനിടയിൽ അദ്ദേഹത്തിന് അതിയായ ദാഹം അനുഭവപ്പെട്ടു. അപ്പോൾ ഒരു മഹർഷി തപസ്സിൽ മുഴുകിയിരിക്കുന്നത് കണ്ടു. പരീക്ഷിത് ജലം ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മഹർഷി ആലോചനയിൽ മുഴുകിയതിനാൽ പ്രതികരിച്ചില്ല. ഇതിൽ കോപിതനായ രാജാവ് ഒരു മരിച്ച സർപ്പത്തെ എടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ചുറ്റി അദ്ദേഹത്തെ അപമാനിച്ചു. മഹർഷിയുടെ മകൻ ശൃംഗി ഈ വിവരമറിഞ്ഞ് 7 ദിവസത്തിനകം ശക്തനായ സർപ്പരാജാവ് തക്ഷകൻ വന്ന് നിന്നെ ദംശിക്കും എന്ന് ശപിച്ചു. ശാപവാർത്തയറിഞ്ഞ് ദുഃഖിതനായ പരീക്ഷിത്ത് മന്ത്രിമാരുമായി ആലോചിച്ച് രക്ഷയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യാനുറച്ചു. അദ്ദേഹം ആദ്യമായി സുരക്ഷിതമായി ഒരു 7 മാളിക പണിതു. 7-ാം ദിവസം രാവിലെ രാജാവിനെ ദംശിക്കാൻ തരം നോക്കി തക്ഷകൻ ഹസ്തനപുരിയിലെത്തി. ഒരു മാർഗവും കാണാതെ വന്നപ്പോൾ തക്ഷകൻ തൻ്റെ ബന്ധുക്കളായ നാഗങ്ങളെയെല്ലാം ബ്രാഹ്മണ വേഷധാരികളാക്കി പലവിധ കാഴ്ചദ്രവ്യങ്ങളോടുകൂടി രാജഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. അവർ കൊണ്ടുപോയ പഴങ്ങളിൽ ഒന്നിൽ ചെറുതായി ഒരു പുഴുവിൻ്റെ ആകൃതി കൈകൊണ്ട് തക്ഷകൻ ഒളിച്ചിരുന്നു. അവർ കൊണ്ടുവന്ന ഫലമൂലാദികളെ രാജാവ് സ്വീകരിച്ചു. അതിൽ നിന്ന് ഒരു ഫലം രാജാവെടുത്ത് ഭക്ഷിക്കുവാനായി ഒരുങ്ങി. അപ്പോൾ അതിൽ ഒരു പുഴു ഇരിക്കുന്നത് കണ്ട് രാജാവ് മെല്ലെ പുഴുവിനെ എടുത്ത് തൻ്റെ കഴുത്തിൽ വെച്ചു. ഉടൻ തന്നെ പുഴു തക്ഷകനായി രൂപാന്തരപ്പെട്ടു രാജാവിനെ ദംശിച്ചു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.